ഈശ്വമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ സായാഹ്ന ആരാധന സമയത്തേക്കുള്ള നിയോഗങ്ങൾ പ്രത്യേകമായി ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് കരൾ ശസ്ത്രക്രിയയ്ക്ക് വിധേയായിരിക്കുന്ന ഒരു സഹോദരനെയും ആ സഹോദരൻ്റെ ഭാര്യയെയും പ്രത്യേകമായി നമുക്ക് സമർപ്പിക്കാം. അത് വിജയകരമാകുവാൻ, ഏറ്റവും നന്നായി ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരികുവാൻ വേണ്ടി. മകൾ ശരിയല്ലാത്ത ഒരു ബന്ധത്തിൽപ്പെട്ടിരിക്കുന്നതിൽ നിന്ന് മാറുവാൻ വേണ്ടിയുള്ള ഒരമ്മയുടെ പ്രാർത്ഥന പ്രത്യേകമായി നമുക്ക് സമർപ്പിക്കാം. കോവിഡ് ബാധിച്ച് ICUലായിരിക്കുന്ന ഒരു ഡോക്ടറിനെ പ്രത്യേകമായി സമർപ്പിക്കാം. മറ്റുള്ളവർക്ക് വേണ്ടി സേവനം ചെയ്യുമ്പോൾ തനിക്ക് സംഭവിച്ചിരിക്കുന്ന ഈ രോഗാവസ്ഥയിൽ നിന്ന് തമ്പുരാൻ ഈ ഡോക്ടറെ സൗഖ്യപ്പെടുത്തി തിരികെ കൊണ്ടുവരണമേ എന്നുള്ള പ്രാർത്ഥന മനസ്സിലുണ്ടായിരിക്കട്ടെ. നിത്യമായ തുടർച്ചയായ അസുഖങ്ങളാൽ സങ്കടപ്പെടുന്ന ഒരു സഹോദരൻ നമ്മുടെ പ്രാർത്ഥനാ സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ദിവ്യകാരുണ്യനാഥൻ്റെ കരങ്ങളിലേക്ക് ഈ സഹോദരൻ നമുക്ക് പ്രത്യേകമായി സമർപ്പിക്കാം. നാളെ ബൈപ്പാസ് സർജറിക്ക് വിധേയനാകുന്ന ഒരു സഹോദരൻ നമ്മുടെ പ്രാർത്ഥനാ സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ആ സഹോദരനെയും കുടുംബത്തെയും പ്രത്യേകമായി നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ നാടിനു വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ ഇടവകയുടെ തിരുനാളിന് വേണ്ടി ഒരുങ്ങുന്ന ഈ ദിനങ്ങളെ പ്രത്യേകമായി സമർപ്പിക്കാം. ആധ്യാത്മികമായും പ്രത്യേകമായി നന്മയോടെ ഒരുങ്ങുവാൻ, നല്ല ഒരു തിരുനാളിൻ്റെ കാര്യങ്ങളിലേക്ക് ഈ പ്രത്യേക സാഹചര്യത്തിൽ എത്തിച്ചേരുവാൻ അനുഗ്രഹിക്കണമേ എന്ന് പ്രത്യേകമായി അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ദിവ്യകാരുണ്യനാഥൻ്റെ കരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. എല്ലാ പ്രാർത്ഥനകളെയും സമർപ്പിച്ച് ഈ ആരാധന സമയത്ത് നമുക്ക് ഏറ്റവും വിശ്വാസത്തോടെ ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്ക് ആരാധന. ഇന്നുമെന്നും അങ്ങേക്ക് ആരാധന. സ്നേഹപിതാവേ, ദിവ്യസക്രാരിയിൽ എഴുന്നള്ളിയിരിക്കുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, ഞങ്ങളങ്ങേ സാഷ്ടാംഗം വണങ്ങിക്കുമ്പിടുന്നു. അങ്ങ് ഞങ്ങളെ ഏവരെയും അങ്ങേ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കുകയും സർവചരാചരങ്ങളെയും കാത്തു പരിപാലിക്കുകയും ചെയ്യുന്നുവെന്ന് ദൃഢമായി ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങയുടെ അനന്ത സ്നേഹം അനുഭവിച്ചറിയുവാൻ ഈ ദിനം ഞങ്ങൾക്ക് നൽകിയ അങ്ങയുടെ കാരുണ്യത്തിന് 1000 നന്ദി. എൻ്റെ പാപങ്ങൾക്കായി കുരിശിലേറി മരിച്ച് 3-ാം ദിനം ഉദ്ധാനം ചെയ്ത ഈശോയെ, അങ്ങ് ഈ തിരുവോസ്തിയിൽ ഞങ്ങളോടൊപ്പം സന്നിഹിതനാണെന്ന് ദൃഢമായി ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങയുടെ ഈ ദിവ്യ സാന്നിധ്യം കൊണ്ട് ഈ പരിശുദ്ധമായ നിമിഷങ്ങളെയും ഞങ്ങളെ ഏവരെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. ദിവ്യേശോയെ, അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ രക്ഷകനെന്ന് ഉറച്ചു വിശ്വസിക്കുമ്പോൾ ഈ തിരുനിമിഷങ്ങളിൽ അങ്ങ് ഞങ്ങളുടെ ഏവരുടെയും ജീവിതയാത്രക്കിടയിൽ ഉണ്ടായിട്ടുള്ള ഞങ്ങളുടെ കുറ്റങ്ങളെ, കുറവുകളെ, ഞങ്ങളുടെ പാളിച്ചകളെ ദയാപൂർവം ക്ഷമിച്ച് അനുഗ്രഹിക്കണമേ. എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉടമയായ ഈശോയെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. നമുക്ക് അവിടുത്തെ പാടി സ്തുതിക്കാം, അവിടുത്തെ വാഴ്ത്തി മഹത്വപ്പെടുത്തി വാഴ്ത്തിടുന്നിതാ സ്വർഗദായിക, കാത്തുകൊള്ളുക നീ സർവദായിക എന്ന ഗാനം ആലപിക്കാം.
അങ്കണം നിന്നാലയം നിന്നേ വീടേ സ്വർഗം സ്നേഹഗേയമായി വരൂ നീട്ടും പൊന്നുണ്ണിക്കും കനിവിൻ തീർത്ഥം തരൂ സ്നേഹദൂതരോ പേരാക്കളാ ഞങ്ങൾ പാടുമങ്കണങ്ങൾ കീർത്തനങ്ങളാ മലരിൻ കൈകളിൽ തേൻകുടം പാപികളെ സ്നേഹിക്കുകയും പാപത്തെ വെറുക്കുകയും ചെയ്യുന്ന സ്നേഹപിതാവായ ത്രിയേക ദൈവമേ, പശ്ചാത്താപതരിളിതമായ ഹൃദയത്തോടെ ഞങ്ങളിതാ അങ്ങയുടെ സന്നിധിയിൽ അണയുന്നു. പാപികളും ബലഹീനരുമായ ഞങ്ങളുടെ വീഴ്ചകളും പാളിച്ചകളും പുറത്ത് ഞങ്ങളെ സ്നേഹിക്കുകയും കാത്തുപരിപാലിക്കുകയും ചെയ്യുന്ന അങ്ങേ കാരുണ്യത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. പാപികളായ ഞങ്ങളുടെ തിരിച്ചുവരവും കാത്തിരിക്കുന്ന സ്നേഹപിതാവേ, അനുതപിക്കുന്ന മനസ്സോടെ അങ്ങേ തിരുമുമ്പിൽ ആയിരിക്കുമ്പോൾ സാവൂളിൻ്റെ വാക്കുകളാണ് ഞങ്ങളുടെ ഓർമ്മയിൽ വരിക. ഞാൻ പാപം ചെയ്തു പോയി, ജനത്തെ ഭയപ്പെട്ടു, അവരുടെ വാക്ക് ഞാൻ അനുസരിച്ചു. കർത്താവിൻ്റെ കൽപ്പനകളെയും വാക്കുകളെയും ലംഘിച്ച് ഞാൻ തെറ്റു ചെയ്തു. അതിനാൽ എൻ്റെ പാപം ക്ഷമിക്കണമേ. 99 നീതിമാന്മാരെ എന്നതിനേക്കാളുപരി പശ്ചാത്തപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ സന്തോഷമുണ്ടാകുമെന്ന് അരുൾ ചെയ്ത സ്നേഹ ഈശോവേ, നന്മ തന്നെയായ അങ്ങേ വലിയ സ്നേഹത്തിനെതിരായി ചെയ്തു പോയ ചെറുതും വലുതുമായ പാപങ്ങളെക്കുറിച്ച് ഞങ്ങൾ പശ്ചാത്തപിക്കുന്നു. വഴിതെറ്റിയ ഒരാടിനു വേണ്ടി ബാക്കി 99നെയും വിട്ടിട്ട് നഷ്ടപ്പെട്ടതിനെ തേടിയെത്തി തോളിലേറ്റിയ നല്ല ഇടയനായ അങ്ങ് ഞങ്ങളുടെ പാപങ്ങളും കടങ്ങളും പുറത്ത് ഞങ്ങളെ അങ്ങേ സ്നേഹത്തിന് അർഹരാക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപികളും ബലഹീനരുമായ ഞങ്ങളുടെ ജീവിതങ്ങളെ അങ്ങേ തിരുമുമ്പിൽ സമർപ്പിക്കുമ്പോൾ നാഥ, അവിടുത്തെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. അങ്ങേ അരൂപിയുടെ നിറവ് ഞങ്ങൾക്ക് നൽകി പ്രകാശിപ്പിക്കണമേ. പരമപരിശുദ്ധനായ ഈശോയെ, ദിവ്യകാരുണ്യത്തിൽ അങ്ങയുടെ സജീവ സാന്നിധ്യം ഞങ്ങളേറ്റു പറയുന്നു. അങ്ങ് ഞങ്ങളുടെ നാഥനും രക്ഷകനും വിമോചകനും പരിപാലകനുമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ പാപികളായിരുന്നിട്ടും അവിടുന്ന് ഞങ്ങളോട് കാണിക്കുന്ന സ്നേഹത്തെയോർത്ത് അങ്ങേക്ക് നന്ദി പറയുന്നു.
പഴയ നിയമത്തിൽ പെസഹ എന്നത് അടിമത്തത്തിൽ നിന്നും മോചനം ലഭിച്ചതിൻ്റെ ഓർമ്മ പുതുക്കലാണ്. അതായത് ഇസ്രായേൽ ജനത്തെ ഫറവോയുടെ അടിമത്തത്തിൽ നിന്ന് മോശ വഴി മോചിപ്പിക്കുന്ന സംഭവം. പുതിയ നിയമത്തിലെ പെസഹ പാപത്തിൻ്റെ അടിമത്തത്തിൽ കഴിഞ്ഞ മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ സ്വയം ബലിയായി തീർന്ന ഈശോയെ അനുസ്മരിപ്പിക്കുന്നു. ഈ സമയം ഈശോയുടെ തിരുസന്നിധിയിൽ ആയിരുന്നു കൊണ്ട് നമ്മുടെ എല്ലാ പാപബന്ധനങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് നമ്മെ രക്ഷിക്കുവാൻ കഴിവുള്ളവൻ അവിടുന്ന് മാത്രമാണെന്ന് ഏറ്റുപറയാം. ഈശോയെ, നിന്നിൽ അലിഞ്ഞ് ഞാൻ നീയായി തീർന്നിടാൻ അനുഗ്രഹിക്കണമേ. ഈശോയേ ദിവ്യകാരുണ്യമേ നിന്നെ
ബലിയായി തീർന്ന ഈശോയെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. സ്വന്തം ശരീരവും രക്തവും ഞങ്ങൾക്കായി നൽകിക്കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കുവാൻ ആഗ്രഹിക്കുന്ന ഈശോയെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. തന്നെ ഒറ്റിക്കൊടുത്ത യുവദാസനെ പോലും സ്നേഹിത എന്ന് വിളിച്ച് അവനെ തിരികെ കൊണ്ടുവരാൻ ആഗ്രഹിച്ച ഈശോയെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ദൈവമേ, അങ്ങ് കരുണയുള്ളവനാണ്. പാപികളോട് ക്ഷമിക്കണമേ. ദൈവമേ, ഞങ്ങളുടെ അപരാധങ്ങൾ തുടച്ചു നീക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾ മറന്നുകളയണമേ. ദൈവമേ, ഞങ്ങളെ തിരസ്കരിക്കരുതേ. അങ്ങയുടെ സ്നേഹത്തിൽ ഞങ്ങളെ സ്വീകരിക്കണമേ. അങ്ങ് കൃപാപൂർണനാണ്, അങ്ങ് വിശ്വസ്തനാണ്. വഴിതെറ്റിപ്പോയവർക്ക് നേരായ മാർഗം കാണിച്ചു, വിനീതരെ സത്യമാർഗത്തിലേക്ക് നയിച്ചു. ജീവനും രക്ഷകനുമായ അങ്ങ് ഞങ്ങളുടെ പൈതൃകമായ സ്നേഹത്തിൻ്റെ തണലിൽ സംരക്ഷിക്കണമേ. ദൈവമേ, അങ്ങയുടെ മാർഗം സ്നേഹമാകുന്നു. കർത്താവേ, അങ്ങയുടെ വചനങ്ങൾ സത്യവും രക്ഷയുമാകുന്നു. അങ്ങയുടെ സ്നേഹത്തിൽ ഞങ്ങളെ ഒന്നിപ്പിക്കണമേ. അങ്ങയുടെ സ്നേഹത്തിൻ്റെ ആഴവും പരപ്പും ഗ്രഹിക്കാൻ ഞങ്ങൾക്ക് വെളിച്ചമാകണമേ. അങ്ങേ സ്നേഹത്തിന് പ്രതിസ്നേഹമായി ഞങ്ങളുടെ ഹൃദയത്തെ അങ്ങേക്ക് കാഴ്ചവെക്കാൻ വേണ്ടി ഞങ്ങളെ ഒരുക്കണമേ. ദൈവമേ, ശക്തനായവനെ, അങ്ങ് അസാധ്യമായതൊന്നും ഞങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുന്നില്ലല്ലോ. അങ്ങയുടെ തിരുവചനം ശ്രവിച്ചും അതനുസരിച്ചും പ്രവർത്തിച്ചും
ഞങ്ങളുടെ ജീവിതത്തെ സ്നേഹപൂർണമാക്കാൻ സഹായിക്കണമേ. കാണപ്പെടാത്ത അങ്ങയെ ഞങ്ങളുടെ സഹോദരങ്ങളിൽ ദർശിച്ച് ആനന്ദമടയുവാൻ ഞങ്ങളെ പ്രാപ്തരാകണമേ. ഈ നിമിഷം അങ്ങയുടെ ദിവ്യസന്നിധിയിൽ ചെലവഴിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ച ഞങ്ങൾ വിശുദ്ധിയിൽ അനുദിനം വളർന്ന് അങ്ങയെ നിരന്തരം മഹത്വപ്പെടുത്തുവാൻ ഇടവരട്ടെ. അങ്ങയുടെ അനുഗ്രഹത്തിനായി ഞങ്ങൾ കാത്തിരിക്കുന്നു. പിതാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ പാപങ്ങളെ കഴുകി ഞങ്ങളുടെ ഹൃദയങ്ങളെ വെണ്മയുള്ളവളാക്കണമേ. അവിടുത്തെ ആശീർവാദത്തിനായി നമുക്കൊരുങ്ങാം. അവിടുത്തെ സ്പർശനത്തിനായി നമുക്ക് കാത്തിരിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ പീഡാനുഭവത്തിന്റെ സ്മാരകമായി വിസ്മയാവഹമായ കുദാശ ഞങ്ങൾക്ക് നൽകിയല്ലോ. അങ്ങയുടെ പരിത്രാണത്തിൻ ഫലം ഞങ്ങൾ നിരന്തരം അനുഭവിക്കുമാറ് അങ്ങയുടെ തിരുശരീരത്തിന്റെയും തിരുരക്തത്തിന്റെയും ദിവരഹസ്യങ്ങൾ എന്നും വണങ്ങുവാൻ അനുഗ്രഹം അരുളണമേ എന്ന് നിത്യമായി ജീവിച്ചു വാഴുന്ന അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കും.
സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. നന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. സ്വസ്ഥമായ ദൈവാനുഗ്രഹം നിറഞ്ഞ ദൈവ സംരക്ഷണമുള്ള ഒരു രാത്രിയും നിദ്രയും ആശംസിക്കുകയാണ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.